ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇഡിയുടെ നീക്കങ്ങൾ തന്നെയാണ് നിർണായകം. പ്രതികളുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത രേഖകൾ പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കവർച്ചാ പണം ഉപയോഗിച്ച് പ്രതികൾ വാങ്ങിയ സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് ഉടൻ കടക്കും. പണം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷണം. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തടക്കം 21 സ്ഥലത്തായിരുന്നു ഇഡി കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയത്. നിതിൻ സേവിയർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. നിതിൻ, ഇഡിയുടെ വ്യാപകമായ പരിശോധന ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പ്രധാനപ്പെട്ട രേഖകൾ, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ്. അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ സ്വത്ത് കണ്ടെത്തുന്നത്, മരവിപ്പിക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് ഇനി വരും ദിവസങ്ങളിൽ ഇഡി കടക്കുമെന്നറിയുന്നപ്പോൾ കേസുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ നീക്കങ്ങൾ ഇഡിയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്ന മണിക്കൂറുകളാണ് ഇനി വരുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ പ്രതികൾക്ക് ഇക്കാര്യത്തിൽ വിനയായി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കുന്നുണ്ടോ? ഇനി ഇഡിയുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്തായിരിക്കും നിതിൻ? സമീപകാലത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ ഏറ്റവും വലിയ റെയ്ഡുകളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം 3 സംസ്ഥാനങ്ങളിലായി നടത്തിയത്. 4 സംസ്ഥാനങ്ങളിലെ 110 ഉദ്യോഗസ്ഥരാണ് ഈ റെയ്ഡിൽ പങ്കെടുത്തത്. ഇത് സമീപകാലത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിലൊരു റെയ്ഡ് നടത്തിയിട്ടില്ല എന്നാണ് അവർ തന്നെ പറയുന്നത്. ഇതിൽ ഇന്നലെ രാവിലെ 7 മണിക്ക് ആരംഭിച്ച റെയ്ഡ് ഇന്ന് രാവിലെ 4 മണി വരെ, അതായത് 21 മണിക്കൂറിലധികം നീണ്ടുനിന്ന റെയ്ഡാണ് 21 സ്ഥലങ്ങളിലായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിട്ടുള്ളത്. ഇതിൽ വളരെ നിർണായകമായ നിരവധി രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളുടെ അടക്കം രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഓരോ സ്ഥലത്തും റെയ്ഡ് നടത്തിയപ്പോൾ, പ്രത്യേകിച്ച് സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തിയപ്പോൾ ആ സ്ഥാപനങ്ങൾക്ക് ലോൺ അടക്കം നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ അടക്കം നിയന്ത്രിക്കുന്ന ദേശസാൽകൃത ബാങ്കുകളിലെ ഉദ്യോഗസ്ഥരെ അടക്കം ഒപ്പം കൂട്ടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിലൊരു റെയ്ഡ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ SITയുടെ പരിധിക്കപ്പുറം വലിയ ഒരു അന്വേഷണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. അപ്പോൾ ഈ കേസിൽ നിലവിൽ SIT പ്രതി ചേർത്തിട്ടുള്ള എല്ലാവരെയും പ്രതി ചേർക്കുമെന്നാണ് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിരുന്നത്. പക്ഷേ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 30-ലധികം പ്രതികളെ, അല്ലെങ്കിൽ 30-ലധികം ആളുകളെ പ്രതി ചേർക്കാനുള്ള നീക്കമാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. ഒപ്പം 8 സ്ഥാപനങ്ങളെയും പ്രതി ചേർക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കർണാടകയിലും തമിഴ്നാട്ടിലും അടക്കം ഇത്തരത്തിൽ റെയ്ഡ് നടത്തിയിരുന്നു. ഈ റെയ്ഡിൽ നേരത്തെ SIT നിരവധി റെയ്ഡുകൾ നടത്തിയിരുന്നു, ഈ പരിശോധനകൾ നടത്തിയിരുന്നു. ഈ പരിശോധനകളിൽ നിന്ന് നിരവധി രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇഡിക്ക് ആവശ്യമായ രേഖകൾ ലഭിക്കുമോ എന്ന സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇഡിക്ക് ആവശ്യമുള്ള എല്ലാ രേഖകളും തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. ഈ പ്രതികൾ തമ്മിലുള്ള നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു റെയ്ഡ് വളരെ പെട്ടെന്ന്, SITയെ പോലും അറിയിക്കാതെ 21 സ്ഥലങ്ങളിൽ വളരെ പെട്ടെന്ന് ഇത്തരത്തിലൊരു റെയ്ഡിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം കടന്നത്. ഏതായാലും ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്ന രേഖകൾ കൃത്യമായി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുക. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം ക്രോഡീകരിച്ച് കൃത്യമായി സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുക. കഴിഞ്ഞ ദിവസം ഈ ആളുകൾ ഈ പണം ഉപയോഗിച്ച്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തി ലഭിച്ച പണം ഉപയോഗിച്ച് ഇവർ വാങ്ങിയ സ്വത്തുക്കളുടെ എല്ലാം വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ ഈ പണം ഉപയോഗിച്ച് വാങ്ങിയ വസ്തുക്കളെല്ലാം തന്നെ, ഭൂമിയായാലും വസ്തുക്കളായാലും, അല്ലെങ്കിൽ ഇവർ ഈ പണം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ കണ്ടുകെട്ടുക എന്നതാണ് ഇഡിയുടെ അടുത്ത നീക്കം. ഒപ്പം തന്നെ വളരെ ഗുരുതരമായ ചില ക്രമക്കേടുകൾ ഈ പരിശോധനകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തടക്കം നടത്തിയ പരിശോധനയിൽ വളരെ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. ഈ വാജിവാഹന കൈമാറ്റവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ വലിയ ക്രമക്കേടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ശബരിമലയിലേക്ക് വന്ന സംഭാവനകൾ, അതിൽ വലിയ ക്രമക്കേട്, പ്രത്യേകിച്ച് അതിനൊന്നും തന്നെ കണക്കില്ല. ഈ പണം ആര് തന്നു, അല്ലെങ്കിൽ ഈ തന്ന പണം എങ്ങോട്ട് പോയി, എത്ര പണം ലഭിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊന്നും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇനിയും പരിശോധന നടത്തേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഒപ്പം ഈ നെയ് വിതരണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ക്രമക്കേടുകളുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഈ PMLA നിയമത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും പരിശോധിക്കാനാണ്. അപ്പോൾ SIT പരിശോധിക്കുന്നതിനും അപ്പുറം വലിയ തോതിലുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കാനാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കണ്ടെത്തിയ വിവരങ്ങൾ ക്രോഡീകരിച്ച് ഡൽഹിയിൽ ED ഡയറക്ടറെ അറിയിക്കും. അതിനുശേഷമായിരിക്കും ഈ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതും സ്വത്ത് കണ്ടുകെട്ടുന്നതും അടക്കമുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുക.